ഒരമ്മ എന്ത് ചിന്തിക്കുന്നു, ഒരച്ഛൻ തൊട്ടടുത്തിരുന്ന് എന്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞിന് കേൾക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പ്രാർത്ഥനകളും എനർജിയിലോട്ട് കണക്റ്റ് ആവുന്നത്. അങ്ങനെയല്ല ഇത് ഈശ്വരനോട്ട് കണക്റ്റ് ആവുന്നത്. അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന അടുത്ത കുഞ്ഞുങ്ങളില്ലേ, ഭയങ്കര റിബലായിരിക്കും, എക്സ്ട്രീം റിബലായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരാനും ഒരു കുഞ്ഞ് കടന്നു വരുന്നത് നമ്മുടെ ജീവിതം തകരാനും കാരണമാണ്. ചേട്ടാ, നമ്മളിതിനു മുൻപ് സംസാരിച്ചിട്ടുള്ളൊരു വിഷയം തന്നെയായിരുന്നു അബോർഷനെ പറ്റിയിട്ട്. ഇത്തരത്തിൽ അബോർഷൻ സംഭവിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു ജീവനുകളുടെ ആത്മാക്കൾ ഇവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ ആ ആത്മാക്കൾ പിന്നീടും ആ ഒരു അമ്മയാണോ അച്ഛനാണോ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ള രീതിയിൽ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട്. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ചോദ്യം. അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ അബോർഷൻസ് ഉണ്ടാവുന്നില്ലേ? ഒന്ന്, ഈ നമ്മൾ ഈ കാണുന്ന പത്രവാർത്തകളിലോ വാർത്താ മാധ്യമങ്ങളും കാണുന്ന രീതിയിൽ മയറായിട്ടുള്ള ആൾക്കാരിലെ ഒരു വേണ്ട അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത രീതിയിൽ പെട്ടെന്ന് അബോർഷൻ സംഭവിക്കുന്നത്. രണ്ടാമത്തത് മനഃപൂർവ്വമായിട്ടും വേണ്ടാന്ന് വെക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ട് അബോർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും അബോർഷൻസ് ആണ്. അപ്പൊ ഈ രണ്ട് രീതിയിലും ഈ ആത്മാക്കൾ ബാധ ഉണ്ടാവും. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അബോർഷൻസ് പല രീതിയിലുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും, മരിച്ചു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ പറയുന്നൊരു നെഗറ്റീവ് ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് സോളായിട്ടോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ചില ഒരു ആലോചിച്ച് നോക്കിയേ, ഈശ്വരൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴേ ആ കുഞ്ഞിൻ്റെ ആയുസ് അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. നമുക്ക് മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യന് ഒരു ജീവൻ കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിളിക്കുന്നില്ല, അത് കളയാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ആതിരയുടെ ജീവൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് കളയാം. ഞാൻ എണീറ്റ് എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ജീവൻ പോകും, പക്ഷേ എനിക്ക് ജീവൻ തിരിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈശ്വരൻ അങ്ങനെ ഒരു സാധനം മനുഷ്യന് കൊടുത്തത്? അതായത് ചില കർമ്മങ്ങളെ തിരുത്താനും ചില കർമ്മങ്ങളിലോട്ട്, അടുത്ത കർമ്മങ്ങളിലോട്ട് ആ ആത്മാക്കളെ പറഞ്ഞു വിടാനും ചില കർമ്മശാപങ്ങൾ ഏറ്റുവാങ്ങാനും നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിലോട്ട് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അനുബന്ധമായ ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്നു, ഭയങ്കര ആഗ്രഹിച്ചൊരു കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞിന് ഒരു അസുഖം വരികയോ മറ്റേതെങ്കിലും പ്രശ്നം വരികയോ ചെയ്താൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കുഞ്ഞ് ഉണ്ടായി ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിൻ്റെ ഗർഭസ്ഥ അവസ്ഥയിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ളൊരു തീരുമാനം എടുക്കുക നമ്മൾ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുഞ്ഞിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, ഈ ഭൂമി കാണാനുള്ള സ്വാതന്ത്ര്യത്തെ ഒരുപക്ഷെ നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടായിരിക്കാം ആ ഒരു സോളിന് ഒരു ശരീരം കിട്ടുന്നത്. അതിനെ നമ്മൾ മനഃപൂർവ്വം തടയാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരമ്മ എന്ത് ചിന്തിക്കുന്നു, ഒരച്ഛൻ തൊട്ടടുത്തിരുന്ന് എന്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞിന് കേൾക്കാൻ പറ്റും. ശരിയാണല്ലോ? കൃത്യമായ കുഞ്ഞിനെ അത് സെൻസ് ചെയ്യാൻ പറ്റും. കൃത്യമായ ഇമോഷൻസ് ആ കുഞ്ഞുണ്ടാക്കും വയറ്റിൽ കിടന്ന്. അതായത് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം, അന്ന് മുതലുള്ള ഇൻഫർമേഷൻസ് മുഴുവനും ഈ കുഞ്ഞ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും ബ്രെയിനിൻ്റെ അകത്ത്. അമ്മ എടുക്കുന്ന ഇമോഷൻസ്, അമ്മ കരയുന്ന കരച്ചിൽ, അമ്മ കേൾക്കുന്ന പാട്ടുകൾ, അമ്മ കഴിക്കുന്ന ഭക്ഷണം, അമ്മ സെൻസ് ചെയ്യുന്ന സ്മെല്ല്, അച്ഛനടുത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ, അച്ഛൻ്റെ സ്നേഹം, ഇതെല്ലാം ഈ കുഞ്ഞ് സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള തീരുമാനങ്ങളും ഈ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനുള്ള തീരുമാനങ്ങളും ഈ കുഞ്ഞ് സെൻസ് ചെയ്യുന്നുണ്ട്. അതൊരു വളരെ പ്യുവർ എനർജിയാണ്, ഒരു ദൈവികമായ എനർജിയാണ് കുഞ്ഞെന്ന് പറയുന്നത്. നമ്മൾ ഏഞ്ചൽസ് എന്നൊക്കെ പറയില്ലേ, ആ കുഞ്ഞ് ശരീരമായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനുണ്ടാകുന്ന ഇമോഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ മുന്നിലിരുന്നിട്ട് ആതിരയും അപ്പുറത്തിരിക്കുന്ന ക്യാമറ ചെയ്യുന്ന പയ്യനും കൂടി തീരുമാനിക്കുക, ചേട്ടനെ കൊന്നുകളയാം, ചേട്ടൻ്റെ ആവശ്യമില്ല, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ജീവിച്ചിരിക്കണം. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. എന്തായിരിക്കും എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസ്? കൂടെയുള്ള ഭയം, ഒന്ന് സങ്കടം, പെയിൻ, വേദന, എന്തിനാ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് തുടങ്ങിയുള്ള ഇമോഷൻസ് ഞാനിവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാസങ്ങൾ, 1-2 ദിവസമല്ല, ഇത് മാസങ്ങളുടെ ചർച്ചകളാണല്ലോ. ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നത്. അങ്ങനെയെങ്കിൽ അതോടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മളൊരാളെ ശപിക്കുമ്പോൾ ശാപം വെക്കുന്നത്? ശരിയായ കാര്യത്തിന് വേണ്ടി മാത്രം. അനാവശ്യമായ ശാപത്തെ പറ്റിയില്ല. എന്നെ ആതിര ഉപദ്രവിച്ചു, എന്നെ ആതിര വേദനിപ്പിച്ചു, ഞാൻ ആതിരനെ ശപിക്കുക, എങ്ങനെയായിരിക്കും ആ ശാപം വെക്കുന്നത്?
ദാറ്റ് മീൻസ് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും എനർജി ആയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ എനർജിയാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പ്രാർത്ഥനകളും എനർജിയിലോട്ട് കണക്റ്റ് ആവുന്നത്. അങ്ങനെയല്ല ഇത് ഈശ്വരനോട്ട് കണക്റ്റ് ആവുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കുഞ്ഞ് എടുത്ത് പുറത്തോട്ട് വിടുന്ന ഊർജ്ജം എന്തായിരിക്കും? ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വലിയൊരു നെഗറ്റിവിറ്റിയാണ് ആ കുഞ്ഞിനുണ്ടാവുന്നത്. ആ ജീവിതത്തിൽ അതൊരു എന്താ ആലോചിക്കുക, ഒരു മരണം കാണാൻ പോവാ കുഞ്ഞ്. ആ കുഞ്ഞ് ഇല്ലാണ്ടാവാൻ പോവാ. ആ കുഞ്ഞിൻ്റെ എടുക്കുന്ന ചിന്തകൾ എന്തായിരിക്കും? ആ കുഞ്ഞ് ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നമ്മൾ വിചാരിക്കും ഈ കുഞ്ഞല്ലേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു. ഉറപ്പായിട്ടും ചിന്തിക്കാൻ പറ്റും. ശരിക്കും ഓരോ കുഞ്ഞുങ്ങളും അറിഞ്ഞുകൊണ്ടാ മരണത്തിലേക്ക് പോകുന്നത്. അല്ലേ? ശരിക്കും അല്ലേ? നമ്മളെന്താ വിചാരിക്കുന്നത്? അറിയാതെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൃത്യമായി ഇമോഷൻസ് പുറത്തേക്ക് വിടും ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റും? ആ കുഞ്ഞ് ഏത് ഉദരത്തിലാണോ ജനിച്ചത്, ഏത് ഉദരത്തിൽ വെച്ചിട്ടാണോ ഇത് ആരാണോ മുൻകൈ എടുക്കുന്നത്, അവിടെ മുതലൊരു നെഗറ്റീവ് ഊർജ്ജം പ്രൊഡ്യൂസ് ആവും ആ ഏരിയയിൽ ചുറ്റും. പലപ്പോഴും പിന്നീട് അവർ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞു, ഇല്ലാണ്ടാക്കി കളഞ്ഞു. ആ കുഞ്ഞ് മരിച്ചുപോയി. ശേഷം ഇവർക്ക് അടുത്തൊരു കുഞ്ഞ് വരാം. ഈ കുഞ്ഞ് അതേ ഉദരത്തിൽ ജനിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ശാപവും ആ കുഞ്ഞിൻ്റെ പെയിനും ആ കുഞ്ഞനുഭവിച്ച എല്ലാം അടുത്തത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കുഞ്ഞിലായിരിക്കും. അടുത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിലായിരിക്കും. പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കിക്കോ, അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന അടുത്ത കുഞ്ഞുങ്ങളില്ലേ, ഭയങ്കര റെബലായിരിക്കും. എക്സ്ട്രീം റെബലായിരിക്കും. ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും അവർക്ക് എന്തെന്നില്ലാത്ത സങ്കടവും വിഷമവും അച്ഛനമ്മമാരെ കേൾക്കൂല. ഭയങ്കര കാര്യങ്ങളായിരിക്കും. തിരിച്ച് ഇത് ചില കാര്യങ്ങളിലാണ്. ഇനി ചില കാര്യങ്ങളിൽ അമ്മമാർക്ക് ഹെൽത്ത് ഇഷ്യൂ സ്റ്റാർട്ടാവും. ഹെൽത്ത് ഇഷ്യൂ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തന്നെ മാനസികമായ ഇഷ്യൂ സ്റ്റാർട്ടായി എന്നർത്ഥം. അതായത് ഇപ്പം നമുക്കൊരു വയ്യായ്മ തന്നെ നമ്മൾ മാനസികമായിട്ട് തകരും. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, പീരീഡ്സ് കറക്റ്റ് ആവുന്നില്ല, മറ്റേ വയറുവേദന, തലവേദന, മുടി കൊഴിച്ചിൽ, സ്കിൻ ചുളി, ഈ പ്രശ്നങ്ങളിലോട്ട് ചെന്ന് ചാടും. ആ കുഞ്ഞ് ഏത് അളവിലാണോ ഇവർ കൊടുത്തിരിക്കുന്ന പെയിൻ അനുഭവിച്ചത് അതേ അളവിൽ അമ്മ അനുഭവിക്കാൻ തുടങ്ങും. അച്ഛനെന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ അച്ഛൻ ഡീപ്പ് ഡിപ്രഷനിലോട്ട് കിടക്കാൻ തുടങ്ങും. അതായത് മൊത്തം നെഗറ്റീവ് ആവും. അതായത് ആ ഫാമിലി മുഴുവനും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞ വളരെ നോർമലാണ്. ചില വിഷയങ്ങളിലില്ലേ, ആ രണ്ടാമതുണ്ടാവുന്ന കുഞ്ഞ് അടിപൊളിയായിട്ട് വളരും, നല്ല വിദ്യാഭ്യാസമൊക്കെ നേടും. ഈ കുഞ്ഞൊരു ഘട്ടത്തിൽ മരിച്ചങ്ങ് പോകും. ചില ഘട്ടങ്ങളിൽ വലിയ ലെവലിൽ ഇവർ ജീവിക്കാനുള്ള ഹൈ പോസിറ്റിവിറ്റി കൊടുക്കും. അമ്മയ്ക്ക് നല്ല ജോലി, നല്ല ശമ്പളം, കുഞ്ഞ് അടിപൊളിയായിട്ട് വളരുന്നു, ഈ ഇദ്ദേഹം വളരുന്നു. പെട്ടെന്നൊരു നിമിഷമില്ലേ, ഓർക്കപ്പുറത്ത് ഒരു അടി ഇട്ട് കൊടുക്കും. നേരെ കുടുംബം താഴത്തോട്ട് വീഴും. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ പെരുമാറണമെന്നറിയില്ല, ജീവിതം എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല. ആത്മഹത്യയിലോട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലോട്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ എന്ത് ചെയ്താലും ഫ്ലോപ്പ്. ഈ ഒരു നെഗറ്റിവിറ്റിയിലോട്ട് എത്തും. അതായത് ഉയർച്ചയിലോട്ട് കൊണ്ടുപോയി താഴ്ചയിലോട്ട് കൊണ്ടുവരാം. ഇത് ഏത് വേണമെങ്കിലും ആവാൻ സംഭവിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ പറ്റൂല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കാൻ നിൽക്കരുത്. നമുക്കറിയാലോ, നമ്മളെല്ലാം മനുഷ്യരല്ലേ. കൃത്യമായ ഒരുപാട് വസ്തുക്കൾ നമുക്കുണ്ട് ഇതിനെ തടയാൻ വേണ്ടി. പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എന്തൊരു ഇമോഷൻ്റെ പുറത്താവട്ടെ, ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പുരുഷന്മാരെ മാറ്റി നിർത്തും. കാരണം അത് അവർക്ക് അറിയണമെന്നില്ല. ഒരു പക്ഷേ അവർ മദ്യത്തിൻ്റെ പുറത്തോ മറ്റെന്തെങ്കിലും ഇമോഷൻ്റെ പുറത്തോ സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ജനം നൽകുന്ന സ്പേമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ, ബ്ലോക്ക് ചെയ്യാലോ ആ ഒരു കാര്യത്തിന്. പുരുഷന് അതിന് പങ്കാളിത്തമില്ല എന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം. ഈ പ്രക്രിയ എല്ലാം നടക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിലല്ലേ. പുരുഷനും അതിൻ്റെ പങ്കുണ്ട്. ഒരു പക്ഷെ അവന് ബോധമില്ലാന്ന് തന്നെ വിചാരിച്ചോ, അത് ആ വേട ഉപയോഗിക്കുന്നത്. അവന് ബോധമില്ലാതെ അവനെ മാറ്റി നിർത്ത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം കൃത്യമായിട്ട് അറിയാം. എന്തിനാണ് ഒരു ജീവനെ വിളിച്ചു വരുത്തി അതിൻ്റെ ശാപം വാങ്ങിച്ച് എന്തിനാണ് നമ്മുടെ തലയിൽ വയ്ക്കുന്നത്? അതിനെ തടയാനുള്ള മുഴുവൻ ഓപ്ഷൻസും നമുക്ക് ഈശ്വരനായിട്ട് തന്നിട്ടുണ്ട്. നമുക്കതിനെ തടയാലോ. എന്തിനാണ് ഈ റിസ്കിലോട്ട് പോകുന്നത്? മനസ്സിലായോ? പിന്നെ എനിക്കൊരു കുഞ്ഞ് വേണം, എനിക്കൊരു ഫാൻറ്റസിയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹമാണ്, എൻ്റെ സ്വപ്നമാണ്, ഇതൊന്നല്ല. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ അവിടെ കടന്നു പോകുന്നത്, എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരാനും ഒരു കുഞ്ഞ് കടന്നു വരുന്നത് നമ്മുടെ ജീവിതം തകരാനും കാരണമാണ്. എത്രയോ അച്ഛനമ്മമാരാ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത്, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്, ഉപദ്രവങ്ങൾ നേരിടുന്നത്, സാമ്പത്തികമായി നഷ്ടങ്ങൾ പറ്റുന്നത്. എത്രയോ അനാഥാലയങ്ങളിലാണ് അച്ഛനമ്മമാരും പോയി ജീവിക്കുന്നത്. എന്നാലോചിച്ച് നോക്കി, ഒരു കുഞ്ഞുണ്ടായതിൻ്റെ പേരില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അവനെ വളർത്തി വലുതാക്കിയതിൻ്റെ പേരില്ല. തിരിച്ചെന്ന് ചിന്തിച്ച് നോക്കി, എത്രയോ അച്ഛനമ്മമാരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ആ കുഞ്ഞ് കാരണം കൊണ്ട്, മകൻ കാരണം കൊണ്ട്, മകൾ കാരണം കൊണ്ട് ജോലി കിട്ടി, പൈസ കൊടുത്ത് സമ്പാദിച്ച് അടിപൊളിയായിട്ട് ലൈഫ് ജീവിക്കുന്ന അച്ഛനമ്മമാർ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത് ഏതെങ്കിലും ലെവലിൽ ഈ കർമ്മ നമ്മൾ അനുഭവിക്കും. നമ്മൾ ഒരാളുടെ ജീവൻ കളയാൻ നമ്മളെ ഇടയായോ?
ഒന്നും നോക്കണ്ട, നിങ്ങൾ ഒരു അമ്പലത്തിലും പോകണ്ട, ഒരു പള്ളിയിലും പോകണ്ട, ഒന്നും പോകണ്ട. അത് അനുഭവിക്കുക എന്നുള്ളത് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇനി പറ്റിപ്പോയതാണെങ്കിൽ കരഞ്ഞ് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കുക ഈശ്വരനോട്. സംഭവിച്ചു പോയി, പറ്റിപ്പോയി, എൻ്റെ തെറ്റാണ് എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിന് വേണ്ട കർമ്മങ്ങൾ എന്താണോ ചെയ്യുക, അത് മാറ്റിയെടുക്കുക. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഇത് ചെയ്തേ? നിങ്ങൾ ആരോടെങ്കിലും ഒരു കൺസേൺ ചോദിച്ചു? ഈ ഭാഷ ചെയ്യാൻ പോകുമ്പോൾ അമ്മയും കുഞ്ഞും കൂടെ മരിച്ചു പോയാട്ടോ, അങ്ങനത്തെ കേസുകൾ പല കേസുകളിലും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അതായത് പക്ഷേ 2 പേര് മരിച്ചു പോയാൽ പോലും അതിനകത്ത് ഏതെങ്കിലും ഒരു സോളിന് മാത്രമേ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. 2 പേർക്ക് ഒരുമിച്ച് ഇഷ്യൂ ഉണ്ടാവണമെന്നില്ല പലപ്പോഴും. ഞാൻ ഇതിന് മുന്നേ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി അത് പക്ഷേ അത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് പിന്നീട് ഒരു നെഗറ്റീവ് സോളായിട്ട് മാറി ആ ഒരു സ്ത്രീ. അതായത് വേറൊരു മതത്തിൽപ്പെട്ട സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ പേടിപ്പിക്കാൻ വേണ്ടി, പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇപ്പം ഇല്ല, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഈ സാധനം. അച്ഛനമ്മമാരോട് വേറെ മതമാണെങ്കിൽ അച്ഛനമ്മമാർക്കും പിടിവാശിയാണല്ലോ. വേറൊരു മതത്തിൽ, പ്രത്യേകിച്ച് ഈ ഹിന്ദു മതങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മതങ്ങളിൽ പെട്ടെന്ന് മറ്റൊരു താഴ്ന്ന മതത്തിൽപ്പെട്ട ഒരുത്തന്നെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ അറിഞ്ഞു. വീട്ടുകാരെ കെട്ടിച്ചേരാൻ പറഞ്ഞു, കെട്ടിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ തീ കൊളുത്തി മരിക്കും എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാവുന്നു. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പിടിച്ച തീയാണ്. മേത്ത് പറന്ന് പിടിച്ചു. സ്ത്രീ മരിച്ചു പോയി. പിന്നീട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ആ സോണിനെ പിന്നെ എടുത്ത് കളയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ ഇതേ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് പക്ഷേ ആ കുഞ്ഞിൻ്റെ സോള അല്ലായിരുന്നു വന്നത്, ഈ സ്ത്രീയുടെ സോളായിരുന്നു നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ 2 സോളും വരാം, ചിലപ്പോൾ 2 സോളും ഒന്നായിട്ട് മാറാം. നമ്മളിങ്ങനെ കാണുമ്പോഴല്ലേ രൂപമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു എനർജി, ഒരു അമ്മയുടെ എനർജി ഒരു കുഞ്ഞിൻ്റെ എനർജി കൂടിയിട്ട് അതിന് വലിയൊരു എനർജി മാറും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ദേവതകൾക്കും ഈ പറയുന്ന ഈ പറയുന്ന മറ്റ് പല മൂർത്തികൾക്കും എന്തുകൊണ്ട് ചില സോളുകൾ തടയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാറില്ല. ഇറ്റ്സ് റിയാലിറ്റി. നമ്മളിതിനെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ആത്മാക്കളെയും എല്ലാ സോളുകളെയും ഈ പറയുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവതകൾക്ക് തടയാൻ പറ്റില്ല. മനസ്സിലായി? അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീണ്ട വർഷങ്ങളെടുത്തിട്ട് ഒരുപാട് സോളുകളെ ചേർത്ത് ഇതൊരു വലിയ പവറായിട്ട് മാറും. ഈശ്വരനോട് പോലും, ഈ പറയുന്ന മൂർത്തികളോട് പോലും, ഈശ്വരനെ മാറ്റി ചേർത്ത് മൂർത്തികളോട് പോലും ഈ സോളുകൾ ഫൈറ്റ് ചെയ്യുന്നൊരു പോയിന്റിലോട്ട് എത്തും. അപ്പം നമ്മളിത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും, കുറയും കൂടി വരും. മാറ്റാൻ വേണ്ടി ശ്രമിക്കും, കുറയും കൂടി വരും. മനസ്സിലായോ? അതായത് ഒരു സോളിന് റിവെഞ്ചിലോട്ട് കടന്നാൽ ഏത് രീതിയിലാണെങ്കിലും ആ സോള് കാര്യം നേടിയെടുക്കും. എങ്ങനെ നേടിയെടുക്കും? ഈശ്വരനോടുള്ള നമ്മളുടെ കണക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സാധനകളും നമ്മുടെ മെഡിറ്റേഷനും എല്ലാം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് മുടക്കിക്കും. പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ കൊണ്ട് ചാടിക്കും, സ്ത്രീകളെയാണെങ്കിൽ പുരുഷന്മാരുടെ കാര്യം കൊണ്ട് ചാടിക്കും, പണത്തിനോട് കൊണ്ട് ചാടിക്കും, മറ്റ് ബന്ധങ്ങൾ കൊണ്ട് കാണിക്കും. കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. ഡ്രഗായിട്ടും സെക്സായിട്ടും എല്ലാം കാണിച്ചു തന്നിട്ട് അതിലൂടെ നമ്മളൊരു ആനന്ദത്തിലൂടെ കൊണ്ടുപോയിട്ടില്ലേ. ഇപ്പോൾ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ നമ്മളിപ്പോൾ അതൊക്കെ കട്ടായി അടുത്തടി കിട്ടും. എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ വീക്കായി പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴാണോ ഈ ഈശ്വരനുമായിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ ചൈതന്യമായിട്ട് പോസിറ്റിവിറ്റി നമുക്ക് കട്ടാവുന്നത്, അവിടെയാണ് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള സോളാണെങ്കിലും എനർജി ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ശാപമാണെങ്കിൽ പോലും, ഒരു ശാപവാക്കാണെങ്കിൽ പോലും നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ എനർജി ലൂസ് ആകുമ്പോഴാണ് സംഭവിക്കുന്നത്.